നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം നടത്തവേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ മഞ്ജുഷ തിരിഞ്ഞിരിക്കുകയാണ്. ഇവർ പി ദിവ്യയുടെ അടുത്ത സുഹൃത്തുക്കളാണ്. അവർ കൃത്യമായും പി ദിവ്യക്കെതിരെയുള്ള തെളിവുകൾ നശിപ്പിക്കാൻ തുടക്കം മുതലേ ശ്രമിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ ബന്ധുക്കളെ എല്ലാം തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ വിവരമറിയിക്കാൻ ജില്ലാ ഭരണകൂടം തുടക്കം മുതലേ കളി കളിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ കൃത്രിമം കാട്ടി എല്ലാ രീതിയിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തടയാൻ ശ്രമിച്ചു. സെല്ലുലാർ ലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ വശങ്ങൾ ഒന്നും തന്നെ നടത്തിയില്ല എന്ന് മാത്രമല്ല, അത് കൃത്യമായി തലശ്ശേരി സെഷൻസ് കോടതിയിൽ കൊടുത്ത ഹർജിയിൽ കൃത്യമായും മഞ്ജുഷയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോൺ റാൽഫ് വ്യക്തമായി തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് അഡ്വക്കേറ്റ് സജിതയായിരുന്നാലും അഡ്വക്കേറ്റ് ജോൺ റാൽഫ് ആയിരുന്നാലും ഈ കാര്യത്തിൽ വിശദമായി തന്നെ വിവരിച്ച ഒരു കാര്യമുണ്ട്. അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വ്യക്തമായ അന്വേഷണമല്ല നടത്തുന്നത്. അവർ ഇവിടെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷന് സ്കോപ്പ് ഇല്ലാത്ത രീതിയിൽ ഈ കേസിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇതൊരു ഓപ്പൺ ആൻഡ് ഷട്ട് കേസ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതായത് ഇത് ഒരു സൂയിസൈഡ് തന്നെയാണ്, അതായത് ഒരു ആത്മഹത്യ തന്നെയാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സാഹചര്യങ്ങൾ, അതായത് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കിയായിരുന്നു. അതിനുവേണ്ടിയാണ് TV പ്രശാന്തൻ്റെ ഈ വ്യാജ പരാതി വലിയ തോതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. വാസ്തവത്തിൽ TV പ്രശാന്തൻ അങ്ങനെ ഒരു പരാതി നൽകിയിട്ടേയില്ല. കള്ള ഒപ്പുവിട്ട് ആളുകളെ മുഴുവൻ കളിപ്പിക്കുന്ന ഒരു നമ്പർ 1 പക്കാ ഫ്രോഡാണ് TV പ്രശാന്തൻ എന്ന് ഇതിനോടകം തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ മറ്റൊരു ഫ്രോഡ് കളിച്ച വ്യക്തിയാണ് ജില്ലാ കളക്ടറായ അരുൺ കെ വിജയൻ എന്ന് വ്യക്തമാകുന്നു എന്നാണ് ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ ഗീതയുടെ കൃത്യമായിട്ടുള്ള നിഗമനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫ്രോഡുകളെയെല്ലാം എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്ന വലിയ ചോദ്യമാണ് മഞ്ജുഷ ചോദിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് അവർ ചോദിക്കുന്നത്. വളരെ വ്യക്തമായി തന്നെ മഞ്ജുഷ പറയുന്നുണ്ട്, ജില്ലാ കളക്ടർ അരുൺ കെ വിജയന് തൻ്റെ ഭർത്താവിനോട് ഒടുങ്ങാത്ത പകയുണ്ടായിരുന്നു. പല തവണയായി അദ്ദേഹത്തിന് ലീവ് പോലും നൽകാൻ അനുവദിക്കാതെ ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നാട്ടിൽ പോകാൻ വേണ്ടിയുള്ള ലീവ് സാധാരണ ദൂരെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കും. അതൊന്നും ചെയ്യാതെ, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ, ഒരു മനുഷ്യത്വം പോലും കാണിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു കളക്ടർ അരുൺ കെ വിജയൻ എന്ന് വ്യക്തമായി മഞ്ജുഷ മൊഴിയിൽ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി തനിക്ക് തെറ്റുപറ്റി എന്ന അരുൺ കെ വിജയൻ കൊടുത്ത മൊഴിയുണ്ടായിരുന്നു. അത് പി ദിവ്യയെ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുന്നതിന് കാരണമായ ഒരു സംഭവമായിരുന്നു. അതിൽ ഊന്നിപ്പിടിച്ചാണ് അവരുടെ വക്കീലായ അഡ്വക്കേറ്റ് വിശ്വൻ പി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ പല രീതിയിലുള്ള കച്ചിത്തുരുമ്പുകളും മേഞ്ഞെടുത്തത്. പക്ഷേ ഇതേ അരുൺ കെ വിജയൻ തന്നെ മൊഴി മാറ്റി പറഞ്ഞ് കള്ളത്തരം പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ്. അതായത് കൃത്യമായി മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ കൊടുത്തിരിക്കുന്ന മൊഴി അനുസരിച്ച് അങ്ങനെ തനിക്ക് തെറ്റുപറ്റിയെന്ന് തൻ്റെ ചേംബറിൽ വന്ന് പറഞ്ഞിട്ടില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അരുൺ കെ വിജയൻ്റെ മൊഴിയിൽ എന്ത് വിശ്വാസ്യതയാണ് ഉള്ളത്? രണ്ടാമത്തെ പ്രധാന കാര്യം, ദിവ്യ എല്ലാ തരത്തിലും തടിയൂരാൻ ശ്രമിക്കപ്പെടുന്നത് പ്രോസിക്യൂഷൻ്റെ ദുർബലത കൊണ്ടാണ്. പ്രോസിക്യൂഷൻ ഈ കേസിനെ ഒരു ആത്മഹത്യാ ശ്രമമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി തുടക്കം മുതലേ ഫ്രെയിം ചെയ്തു. അതുകൊണ്ടാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഇവർക്കെതിരെ കേസെടുത്തത്. വാസ്തവത്തിൽ കൊലപാതക കേസിന് എന്തുകൊണ്ട് ഇവർക്കെതിരെ കേസെടുത്തില്ല? 302 എന്തുകൊണ്ട് ഇട്ടില്ല? ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളക്കളി.